Morning all. Welcome to the seminar topic Arrays and Functions. നമ്മൾ അറേസും ഫങ്ഷൻസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഇനി നമ്മൾ ഫങ്ഷൻസും അറേസും കൂടെ ചേർത്ത് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓരോന്ന് നോക്കാം. അറേസ് എന്തുവായിരുന്നു, ഫങ്ഷൻസ് എന്തുവായിരുന്നു എന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അറേസ്. അറേസ് എന്തുവായിരുന്നു? നമുക്കൊരു സിമ്പിൾ ഡെഫിനിഷനോടുകൂടി അറേസ് നമുക്ക് പറയാം. That is, an array is a data structure. Array is a data structure containing a number of data types. ഈ ഡേറ്റ ടൈപ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. all of which are of same type. See, an array is a data structure containing a number of data types. ഒരു അറേ എന്ന് പറയുന്നത് ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അറേ എന്ന് പറയുന്നത് ഒരു ഡേറ്റ സ്ട്രക്ചറാണ് കണ്ടെയ്നിങ് എ നമ്പർ ഓഫ് ഡേറ്റ ടൈപ്സ്. കുറേയധികം ഡേറ്റ ടൈപ്സ് ഉൾക്കൊള്ളുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് അറേ. അപ്പോൾ നമുക്ക് ഈ അറേൻ്റെ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം അറേ ഈസ് എ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞേക്കുന്നത്. എന്തുവാ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പം നമുക്ക് ഡേറ്റ സ്ട്രക്ചർ എന്തോ നോക്കാം. ആൻ അറേ ഈസ് എ ഡേറ്റ സ്ട്രക്ചർ. നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്തോ നോക്കുക. അതാണ്ട് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫോർമാറ്റ് ഫോർ ഓർഗനൈസിങ് ആൻഡ് സ്റ്റോറിങ് ഡേറ്റ. അതായത് ഡേറ്റ ഓർഗനൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഡേറ്റ സ്ട്രക്ചറിന് എക്സാമ്പിളാണ് നമ്മുടെ അറേ എന്ന് പറയുന്നത്. അവരെന്തോ ഉദ്ദേശിച്ച് വെച്ചിരുന്നു. ഇപ്പം നമ്മുടെ അറേ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിലൊരു 10-12 എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചോ. അപ്പം ഇത്രയും എലമെന്റ്സ് കൂടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജങ്ക് ഓഫ് ബ്ലോക്സ് എടുത്തു. ഈ ഓരോ ബ്ലോക്കിലും നമുക്ക് ഓരോരോ എലമെന്റിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം 1, 2, 3 എന്ന് പറഞ്ഞ എലമെന്റ് ആണെങ്കിൽ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 12 എണ്ണം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു 12 എലമെന്റ്സ് ഹോൾഡ് ചെയ്യുന്ന അറേ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ അറേസിനെ എല്ലാം കോമൺ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു നെയിം കൊടുക്കാം. എ എന്ന് കൊടുക്കുവാണെങ്കിൽ, സപ്പോസ് എ എന്ന് കൊടുക്കുവാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന അറേ നമ്മൾ ഫംഗ്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന അനുസരിച്ച് ഈ അറേയിലെ എല്ലാ എലമെന്റ്സും ആയിരിക്കും അവിടെ റെപ്രസെന്റ് ആവുന്നത്. ആ ഒരു എല്ലാ എലമെന്റ്സും ഹോൾഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ നെയിം എ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ഡേറ്റ ടൈപ്സുകൾ ഓരോ ബ്ലോക്കുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഈ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു ഡെഫിനിഷനകത്ത് വേറെ എന്ത് വരുന്നത്, ആൻ അറേ ഈസ് എ ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചർ എന്തോ നമുക്ക് മനസ്സിലായി. കണ്ടെയ്നിങ് എ നമ്പർ ഓഫ് ഡേറ്റ ടൈപ്സ്. അതിപ്പോൾ നമുക്ക് മനസ്സിലായി 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിലധികം ഡേറ്റ ടൈപ്സ് നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒന്നിലധികം ഡേറ്റ ടൈപ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് അറേ. പിന്നെ ഈ ഡേറ്റ ടൈപ്സിന്റെ പ്രത്യേകത എന്തുവാണ്? ഓൾ ഓഫ് വിച്ച് ആർ ഓഫ് സെയിം ടൈപ്പ്. എല്ലാം എന്തുവാണ്? ഒരേ ടൈപ്പിലായിരിക്കും. അതെന്തോ ഒരു ഉദ്ദേശം നോക്കാം. നോക്കിയേ, ഇതൊരു 5 ഡേറ്റ വാല്യൂസ് ഉള്ള 2 അറേസുകളാണ്. ഈ അറേയുടെ പ്രത്യേകത എന്തുവാണ്? ഓരോ ബ്ലോക്സിലും നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അറേയിലെ ബ്ലോക്സിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോ ബ്ലോക്കിലും എന്തുവാ കൊടുത്തിരിക്കുന്നത്? ഓരോ ക്യാരക്ടേഴ്സ് ആണ്. ABCDE എന്ന് പറയുന്ന ഓരോ ക്യാരക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ അറേയുടെ പ്രത്യേകത ഇതിനകത്ത് ഫുൾ നമ്പേഴ്സ് മാത്രമേ, ഇതിനകത്ത് ഫുൾ ക്യാരക്ടേഴ്സ് മാത്രമാണ്. അപ്പം
ഈ ഒരു ഡെഫിനിഷന്റെ മീനിങ് എവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഓൾ ഓഫ് വിച്ച് ആർ ഓഫ് സെയിം ടൈപ്പ്, എല്ലാം ഒരേ ടൈപ്പിലെ ആയിരിക്കും. ഒന്നുകിൽ എല്ലാം നമ്പേഴ്സ് അല്ലെങ്കിൽ എല്ലാം ക്യാരക്ടേഴ്സ്, അങ്ങനെ ആയിരിക്കും. സിംപ്ലി ഇങ്ങനെ ക്യാരക്ടേഴ്സും നമ്പേഴ്സും കൂടെ ചേർന്ന് വരത്തില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും ഒരു അറേ കാണത്തില്ല, ഒന്നുകിൽ നമ്പേഴ്സ് അല്ലെ ക്യാരക്ടേഴ്സ് മാത്രമായിട്ടേ കാണത്തുള്ളൂ. അപ്പം നമ്മുടെ അറേ എന്ന് പറയുന്നത്, അറേ ഈസ് എ ഡേറ്റ സ്ട്രക്ചർ, ഒരു ഡേറ്റ സ്ട്രക്ചറാണ് കണ്ടെയ്നിങ് എ നമ്പർ ഓഫ് ഡേറ്റ ടൈപ്സ്. ഒന്നിലധികം ഡേറ്റ ടൈപ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് നമ്മുടെ അറേ. ആ ഡേറ്റ സ്ട്രക്ചറിന്റെ അല്ലെ ഡേറ്റ ടൈപ്സിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓഫ് വിച്ച് ആർ ഓഫ് സെയിം ടൈപ്പ്, എല്ലാം ഒരേ ടൈപ്പിലെ ഡേറ്റ ടൈപ്സുകളായിരിക്കും അതിനകത്ത് കാണപ്പെടുന്നത്. അപ്പൊ അറേസ് എന്തുവാന്ന് നമുക്ക് മനസ്സിലായല്ലോ. അറേസ് ഈസ് എ ഡേറ്റ സ്ട്രക്ചർ കണ്ടെയ്നിങ് എ നമ്പർ ഓഫ് ഡേറ്റ ടൈപ്സ് ഓൾ ഓഫ് വിച്ച് ആർ ഓഫ് സെയിം ടൈപ്പ്. ഇനി നമുക്ക് ഫംഗ്ഷൻ എന്തുവാന്ന് നോക്കാം. ഫംഗ്ഷൻ എന്തുവാ? ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ദാറ്റ് ഈസ് ഗ്രൂപ്ഡ് ടുഗദർ ആൻഡ് യൂഷ്വലി ദാറ്റ് ബ്ലോക്ക് ഓഫ് കോഡ് സോൾവ്സ് എ സ്പെസിഫിക് പ്രോബ്ലം. ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്? ഇപ്പൊ നമ്മളൊരു അഡീഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സബ്ട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ, ഒരു പ്രോഗ്രാം എഴുതുവാണെന്ന് വെച്ചോ. അപ്പൊ ആ പ്രോഗ്രാമിലെ ആ ഒരു ടാസ്ക്, ഏത് ടാസ്ക് ആണോ അത് സോൾവ് ചെയ്ത്, അത് ഫുൾ പ്രോഗ്രാം, ഇപ്പൊ ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാസ്കുകൾ ഫുൾ പെർഫോം ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷന്റെ ഒരു എക്സാമ്പിൾ ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഒരു മെയിൻ ഫംഗ്ഷൻ. ഈ മെയിൻ ഫംഗ്ഷൻ ഇപ്പം ഇങ്ങനെ മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ട് നമുക്ക് വേണ്ട കോഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് ഇപ്പം നമുക്ക് അവിടെ അഡീഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും പ്രോഗ്രാം, അല്ലെങ്കിൽ സബ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കും. ആ ഒരു ടാസ്ക് നമ്മൾ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഈ മെയിൻ ഫംഗ്ഷൻ ആ ടാസ്ക് ഫുൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. അതാണ് ഫംഗ്ഷന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറേസ് എന്തുവാണ്, ഫംഗ്ഷൻസ് എന്തുവാണ് സെപ്പറേറ്റ് നമുക്ക് മനസ്സിലായി. ഇനി അറേസും ഫംഗ്ഷൻസും കൂടെ ചേർന്ന് വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ യഥാർത്ഥ ടോപ്പിക് ഇതാണ്, അറേസ് ആസ് ആർഗ്യുമെന്റ്സ് ടു ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ എങ്ങനെ അറേ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ അറേ ഡിനോട്ട് ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ വ്യത്യാസം, അല്ലെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് അറേ വരുന്നു. എങ്ങനെയാണ് ഒരു അറേനെ ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ടോപ്പിക്കിൽ തന്നെ ഈ അറേസ് ആർഗ്യുമെന്റ് ആയിട്ട്, ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് നിൽക്കുന്ന അനുസരിച്ച് 1 ഡയമെൻഷനൽ, 2 ഡയമെൻഷനൽ, 3 ഡയമെൻഷനൽ, അങ്ങനെ 3 ടൈപ്പുകളുണ്ട്. സെയിം ഒരേ പ്രൊസീജിയർ തന്നെയാണ്, പക്ഷേ 1D, 2D, 3D ആണേ ഉള്ളൂ. 1 ഡയമെൻഷനൽ അറേസ് ആസ് ആർഗ്യുമെന്റ് ടു ഫംഗ്ഷൻസ്. നമ്മൾ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് 1 ഡയമെൻഷൻ അറേ എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇപ്പം ഇവിടെ കൊടുത്തേക്കുന്ന ഇതെന്ന് പറയുന്നത് ഇതിന്റെ ജനറൽ സിന്റാക്സ് ആണ്. 1 ഡയമെൻഷൻ അറേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഉള്ളത്, ആദ്യം നമ്മൾ ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നു, പിന്നെ ഫംഗ്ഷൻ നെയിം, പിന്നെ ബ്രാക്കറ്റിനകത്ത് ഡേറ്റ ടൈപ്പും, പിന്നെ അറേ നെയിമും ഇൻറ്റിജർ സൈസും ആണ് കൊടുക്കുന്നത്. ഈ ഡേറ്റ ടൈപ്പും ഫംഗ്ഷൻ നെയിമും അതൊക്കെ കൊടുക്കുന്ന നമുക്ക് അറിയാം. ഇവിടെ നമ്മൾ പക്ഷെ അറേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അറേയുടെ നെയിം, പിന്നെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടെ റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എം ടി ആയിരിക്കുന്നത്, ഇപ്പം എം ടി ആയിരിക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് എലമെന്റ്സ് ഒന്നും ഇല്ല എന്നല്ല അർത്ഥം. നമ്മളിപ്പം ഈ ഒരു അറേ എന്ന് പറയുന്നത് ഇപ്പം സപ്പോസ് 1, 2, 3, 4 വരെയുള്ള ആണ് എങ്കിൽ ഈ എലമെന്റ്സിന്റെ എല്ലാ അഡ്രസ്സുകളും അല്ല ബേസ് അഡ്രസ്സുകളും ഈ അറയ്ക്കകത്ത് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് 3 എന്ന് പറയുന്ന എലമെന്റ് വെച്ചിട്ട് ഇപ്പൊ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതനുസരിച്ച് ഇതിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രോഗ്രാം എഴുതുമ്പോൾ അതനുസരിച്ച് നമുക്ക് ആ കമ്പൈലറിനകത്ത് അതനുസരിച്ച് പ്രൊസീഡ് ചെയ്തോളും.
അപ്പം വൺ ഡയമെൻഷൻ അറേ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഉള്ള ജനറൽ സിന്റാക്സ് ഇതാണ്. ആദ്യം ഡേറ്റ ടൈപ്പ്, പിന്നെ ഫംഗ്ഷൻ നെയിം, പിന്നെ ബ്രാക്കറ്റിനകത്ത് ഡേറ്റ ടൈപ്പും അറേ നെയിമും ഇൻറ്റീജർ സൈസും, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മളൊരു ജനറൽ ആയിട്ടൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എങ്ങനെ ആ അറേ നമ്മൾ പാസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് 2 ഡയമെൻഷനായാലും 3 ഡയമെൻഷനായാലും കാണുന്നത്. പക്ഷേ അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്താ നമുക്ക് നോക്കാം. കണ്ടേ, ഇവിടെ നമ്മൾ മെയിൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇൻറ്റ് മെയിൻ, എന്നിട്ട് നമ്മുടെ അറേ ഇൻറ്റ് എ സ്ക്വയർ ബ്രാക്കറ്റ്, ഇതിനകത്ത് 1 2 3 4 ഇങ്ങനെ 4 എലമെന്റ്സ് ഉള്ള ഒരു അറേയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ അറേ നമ്മളിവിടെ ഈ അറേനെ ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുമുണ്ട്. അതായത് അറേ ഡിക്ലെയർ ചെയ്ത് അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്യുകയും ചെയ്തു. ഇവിടെ കണ്ട് നമ്മൾ 4 മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അറേയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ എം ടി സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എം ടി സ്പേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന മെമ്മറി ഇവിടെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ്. ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ആഡ് A,4. ഇവിടെ നമ്മൾ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു, അറേ നെയിം കൊടുത്തു, പിന്നെ നമുക്ക് വേണ്ട സ്പെസിഫിക് ഇൻറ്റ് സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫംഗ്ഷൻ, നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്ത് അറേ നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മുകളിലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, അതിനകത്ത് നമ്മൾ നമ്മുടെ അറേ ഡിക്ലെയർ ചെയ്തു, ഡിഫൈൻ ചെയ്തു. അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ആഡ് ചെയ്തു, അതായത് ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തു. ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഇവിടെ ഡിഫൈൻ ചെയ്തു. അതായത് വോയിഡ് ആഡ് ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് അറേയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെയും ഡേറ്റ ടൈപ്പ് കൊടുത്തു. പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തതിനകത്തും ഈ അറേനെയും സ്പെസിഫൈ ചെയ്യാനായിട്ട് ഈ വോയിഡ് എന്ന് കൊടുത്തേക്കുന്ന ഈ ഒരു ഫംഗ്ഷനകത്ത്, ഈ ഒരു പ്രോഗ്രാമിൻ്റെ സെക്ഷനകത്ത് നമ്മൾ ബി എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്ന ഈ അറേ തന്നെയാണ് ഈ ബി എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇൻറ്റിജർ ലെങ്തും കൊടുത്തു. ഇനി നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് ഈ അറേ എന്ന് പറയുന്നത് ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ അറേഞ്ചിനെ 1 വെച്ചിട്ട് അല്ലെങ്കിൽ 2 വെച്ചിട്ട് അല്ലെങ്കിൽ 3 വെച്ചിട്ട് ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ അറേയിനകത്ത് 2 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ഒരു കേസാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇൻറ്റ് ഐ 4, i equal to 0, i less than length, i plus plus ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബി ഓഫ് ഐ bi പ്ലസ് 2 എന്നുള്ള കേസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം. ഇവിടെ നമ്മൾ സത്യത്തിൽ ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ മെമ്മറി എന്ന് വെച്ചോ. മെയിൻ ഫംഗ്ഷൻ്റെ മെമ്മറി ഇതിനകത്താണ് നമ്മൾ അറേനെ കൊടുത്തിരിക്കുന്നത്. അതായത് അറേ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെയ്തത്. ഈ അറേനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സത്യത്തിൽ ഇവിടെ എന്തുവാണ് ഇവിടെ ഈ മെയിൻ ഫംഗ്ഷനകത്ത് എന്തുവാ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് അറേൻ്റെ ബേസ് അഡ്രസ് ആണ് ഈ ഒരു മെയിൻ ഫംഗ്ഷനിലെ അറേ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് അറേഞ്ച് തന്നെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സാണ്. ബേസ് അഡ്രസ് ഉദ്ദേശിക്കുന്നത് സപ്പോസ് ഇപ്പം ഈ എലമെൻറ്റ്സിൻ്റെ ഓരോന്നിൻ്റെയും ബേസ് അഡ്രസ്സുകൾ എന്ന് പറയുമ്പോൾ 1000, 1002, 1003, 1004 ആണെന്ന് വെച്ചു. ഈ ഓരോ ബ്ലോക്കുകളുടെയും അഡ്രസ്സാണ് ബേസ് അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ 1000, അതായത് 1000 എന്ന് പറയുന്ന ബ്ലോക്കിൽ ബേസ് അഡ്രസ്സ് ഉള്ള ബ്ലോക്കിലെ എലമെൻ്റ് ആണ് 1. അപ്പം 1000 എന്ന് പറയുന്ന ബേസ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആയി, അതിനകത്തുള്ള എലമെൻറ്റ് ഏതാ 1 എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയി. ഇപ്പോൾ 2 ആണെങ്കിൽ അവിടെ ഏതാണോ എലമെൻറ്റ് ആ എലമെൻറ്റിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഏതാണോ ഉള്ളത് അതിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ മെയിൻ ഫംഗ്ഷൻ്റെ മെമ്മറിക്കകത്ത് നമ്മൾ അറേനെ കൊടുക്കുമ്പോൾ അവിടെ സത്യത്തിൽ എന്തുവാണ് സംഭവിക്കുന്നത്? ഈ അറേയിലെ, അതായത് ഈ ഒരു അറേയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സാണ് ഇവിടെ റെപ്രസെൻ്റ് ആവുന്നത്. അതായത് ഇവിടെ
ഫസ്റ്റ് എലമെൻറ്റിനെയാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. ഈ മെയിൻ ഫംഗ്ഷൻ മെമ്മറിക്കകത്ത് ഈ അറേ ഫസ്റ്റ് എലമെൻറ്റിനെയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സിനെയാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. അതാണ് ഈ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർട്ട്. ഈ ഒരു മെയിൻ പാർട്ടിൽ സംഭവിക്കുന്ന സംഭവം ഇതാ. ഇനി ഫംഗ്ഷൻ പാർട്ടിൽ എന്തുവാന്ന് നോക്കാം. അതെ, നമ്മുടെ ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ബി പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, ഇതാണ് നമ്മുടെ മെയിനിൽ നിന്ന് കൊടുക്കുന്ന അറേനെ റിസീവ് ചെയ്യുന്ന വേരിയബിൾ. അതായത് ആടെന്ന് പറയുന്ന ഒരു മെമ്മറി അല്ലെ ഫംഗ്ഷൻ മെമ്മറി ഉണ്ട് എങ്കിൽ അതിനകത്ത് ഈ നമ്മൾ കൊടുത്ത അറേൻ്റെ ഇത് റിസീവ് ചെയ്യുന്ന വേരിയബിൾ ആണ് ബി എന്ന് പറയുന്നത്. ഈ ആടെന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് വേറെ എന്തൊക്കെയുണ്ട്? ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കൂടാതെ ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബി എന്ന് പറയുന്ന വേരിയബിൾ സത്യത്തിൽ നമ്മുടെ ഈ അറേനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഈ ബിയിനകത്ത് എന്തുവാണ് ഇൻക്ലൂഡ് ആവുന്നത്? ഈ മെയിൻ ഫംഗ്ഷനിലെ അറേനെ പോലെ തന്നെ ബിക്കകത്തും ഫസ്റ്റ് എലമെന്റിന്റെ ബേസ് അഡ്രസ്സ് തന്നെയാണ് ഇവിടെയും ഇൻക്ലൂഡ് ആവുന്നത്, ഇവിടെയും റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ബി നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ എന്തുവാണ് നമ്മുടെ കമ്പൈലർ മനസ്സിലാകുന്ന എന്തുവാണ്? ഈ സ്ഥലത്ത് 1000 എന്ന് പറയുന്ന നമ്മൾ ഇവിടെ മെയിൻ ഫംഗ്ഷന്റെ മെമ്മറിക്കകത്ത് ഫസ്റ്റ് എലമെന്റിന്റെ ബേസ് അഡ്രസ്സ് കണ്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് എലമെന്റ് ബേസ് അഡ്രസ്സ് തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. രണ്ടിടത്തും ഒരേ സംഭവം തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. അതായത് വേറെ ഒന്നുമല്ല, സത്യത്തിൽ നമ്മൾ ഇവിടെ ബി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും എ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും, അതായത് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് ഇത്രയും എലമെന്റ്സ് ഉണ്ടല്ലോ, 1 2 3 4 എന്ന് പറഞ്ഞ ഇത്രയും എലമെന്റ്സും ഇവിടെ കോപ്പി ആകുന്നില്ല. പകരം എന്തുവാണ്? ഈ അറേഞ്ച് ഫസ്റ്റ് എലമെന്റിന്റെ ബേസ് അഡ്രസ്സ് മാത്രമാണ് ഇവിടെ റെപ്രസെന്റ് ആവുന്നത്. അല്ലെങ്കിൽ കമ്പൈലർ ഇവിടെ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് എലമെന്റിന്റെ ബേസ് അഡ്രസ്സ് മാത്രമാണ്, അല്ലാതെ ഇത്രയും എലമെന്റും ഇവിടെ കമ്പൈലർ കോപ്പി ചെയ്യപ്പെടുന്നില്ല, ഇവിടെ കോപ്പി ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കുന്നുമില്ല. ആകെപ്പാട് ഫസ്റ്റ് എലമെന്റിന്റെ ബേസ് അഡ്രസ്സ് മാത്രമാണ് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇതിനകത്ത് എന്തുവാ? ഈ അറേ കൊടുക്കുമ്പോഴും അറേ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു നോർമൽ വേരിയബിൾ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുമ്പോഴും ഉള്ള വ്യത്യാസം എന്തുവാന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ക്ലിയർ ആകും. അതായത് സപ്പോസ് ഇപ്പോൾ നമ്മൾ ഈ അറേ കൂടാതെ ഒരു വേരിയബിളും കൂടെ ഇവിടെ ഒരു ലോക്കൽ വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്യുവാന്ന് വെച്ചു. ദാറ്റ് ഈസ് c = 10 എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിൾ കൂടെ ഡിക്ലെയർ ചെയ്യുവാണ്. അപ്പം ഒരു ലോക്കൽ വേരിയബിൾ c = 10 എന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ഈ സീനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ മെയിനിനകത്ത് നമ്മൾ സി എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്തു, അതിനൊരു വാല്യൂ 10 എന്ന് കൊടുത്തു. അപ്പം ഇത് അനുസരിച്ച് ഇവിടെ ഒരു വേരിയബിൾ സപ്പോസ് ഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്ന് വെച്ചു. ഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. അതുകൂട്ട് തന്നെ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ ഇടയ്ക്കാണ്ട് ഇവിടെ ആയിട്ട് d = d+10 എന്ന് നമ്മളൊരു എക്സ്പ്രഷൻ കൂടെ കൊടുത്തു. അങ്ങനെ വരുന്ന കേസിൽ സത്യത്തിൽ എന്തുവാണ്? നമ്മുടെ മെയിൻ ഫംഗ്ഷൻ മെമ്മറിക്കകത്തുള്ള ഈ എ എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ അല്ലെ ആ ഒരു സെക്ഷൻ കൂടാതെ നമ്മുടെ സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ആടെന്ന് പറയുന്ന നമ്മുടെ മെമ്മറി ഫംഗ്ഷൻ അതിനകത്ത് ബി എന്ന് പറയുന്ന വേരിയബിളും ഐ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ നേരത്തെ പറഞ്ഞ, അത് കൂടാതെ നമ്മളിപ്പോൾ പറയുന്നത് ഡി സപ്പോസ് ബി ആണല്ലേ പറഞ്ഞത്. അതായത് ഈ സി എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷന് കൊടുത്തേക്കുന്ന എന്തുവാണോ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു വാല്യൂ അത് ഇവിടെ ആയിരിക്കും, ഡി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അടുത്തായിരിക്കും റിസീവ് ചെയ്യുന്നത്. അപ്പം സി എന്ന് പറയുന്നത് നമ്മൾ 10 എന്ന് കൊടുത്തു കഴിഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ഇവിടെ ഡി എന്ന് പറയുന്നത് 10 ആണ്. അത് കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാം എന്തുവാ? d = d+10. അതായത് ഡീൻ്റെ വാല്യൂ ഓൾറെഡി 10 ആണ്. അത് കൂടാതെ അതിനെ 10 വെച്ച് കൂട്ടുന്നു. അതായത് ഡിയുടെ വാല്യൂ 20 ആവുന്നു, പിന്നെ 30 ആവുന്നു. അങ്ങനെയുള്ള കേസാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഡിയുടെ വാല്യൂ 10 എന്ന് നമ്മൾ കൊടുത്തു. അത് കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻ പൂർത്തീകരിക്കുമ്പോൾ ഡിയുടെ വാല്യൂ എന്തായി മാറി? 20 ആയി മാറി. ഇവിടെ 20 ആയി മാറി. ഇവിടെ നമ്മൾ സി എന്നുള്ളത് 10 എന്ന് കൊടുത്തപ്പോഴാണ് ഇവിടെ എന്തുവാ ഫംഗ്ഷൻ പ്ലസ് ആയി 10 വെച്ച് ആഡ് ചെയ്തിട്ട് ഇവിടെ ഡിയുടെ വാല്യൂ 20 എന്ന് വന്നത്. പക്ഷേ നോക്കിക്കേ, ഇവിടെ ഡിയുടെ വാല്യൂ 20 എന്ന് വന്നു, പക്ഷേ മെയിനിനകത്ത് സിയുടെ വാല്യൂ മാറുന്നുണ്ടോ?
10 എന്നുള്ളത് തന്നെ നിൽക്കുന്നു, 20 ആയി മാറുന്നില്ല. കാരണം C = D ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ കേസിൽ മെയിനിനകത്ത് സിയുടെ വാല്യൂ 10 ആയിട്ട് തന്നെ നിൽക്കുക ചെയ്യുന്നത്. ഡിയിൽ പക്ഷേ മാറുന്നുണ്ട്, 20, 30 എന്നുള്ള രീതിയിൽ പോകുന്നു. പക്ഷെ സിയിൽ മാറുന്നില്ല. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ലോക്കൽ വേരിയബിൾ അതിൻ്റെ വാല്യൂ അതേപടി തന്നെ ഇവിടെ കോപ്പി ചെയ്യുന്നതുകൊണ്ടാണ് അത് കോപ്പി ചെയ്യപ്പെടുന്നു. അത് മാത്രമല്ല ഇവിടെ നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല ഇത് ലോക്കൽ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ മെയിനിനകത്ത് അതിനൊരു മാറ്റവും പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഈ കൊടുത്ത ഫംഗ്ഷനകത്ത് എന്തെങ്കിലും ചേഞ്ച് കൊടുക്കും, ഡിക്ക് എന്തെങ്കിലും ചേഞ്ച് കൊടുക്കുന്നത്. അതായത് ഡിക്ക് 10 വെച്ചിട്ട് കൂട്ടുന്ന കേസ് നമ്മളിവിടെ കൊടുത്തത്. അപ്പം ഡിക്ക് എന്തെങ്കിലും ചേഞ്ച് കൊടുത്താലും ഇവിടെ മാറിക്കൊണ്ടിരിക്കും ഡിയുടെ വാല്യൂ. പക്ഷേ ഇതൊരിക്കലും ഇവിടെ സിയിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഈ പക്ഷെ അറേൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? അറേൻ്റെ കേസിൽ നമ്മൾ ഇവിടെ കൊടുത്തിരുന്നത് എന്തുവായിരുന്നു? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ബേസ് അഡ്രസ് ആയിട്ടുള്ള 1000 എന്നുള്ളതായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇതേ സംഭവം തന്നെയാണ് ഇവിടെ ഫംഗ്ഷനിൽ ബിയും പോയിന്റ് ചെയ്യുന്ന രണ്ടിൻ്റെയും ബേസ് അഡ്രസ്സ്. അതായത് രണ്ടിൻ്റെയും ഈ വാല്യൂ അല്ല കോപ്പി ചെയ്യുന്നത്, ഈ ബിയിൽ വാല്യൂ അല്ല കോപ്പി ചെയ്യപ്പെടുന്നത്, പകരം ബേസ് അഡ്രസ്സാണ് കോപ്പി ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നാൽ ഇവിടെയും റിഫ്ലക്റ്റ് ചെയ്യും, ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നാൽ ഇവിടെയും റിഫ്ലക്റ്റ് ചെയ്യും, രണ്ടിടത്തും റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഒരു നോർമൽ ലോക്കൽ വേരിയബിളിൻ്റെ കേസിൽ, അതായത് C = 10 എന്നുള്ള കേസ് നമ്മൾ എടുത്തല്ലോ, അതിൻ്റെ കേസിൽ മെയിൻ ഫംഗ്ഷനിൽ ഒരു മാറ്റവും വരുന്നില്ല. ഏതനുസരിച്ച്? ഈ ഫംഗ്ഷൻ ഇവിടെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ചേഞ്ച് അനുസരിച്ച് മെയിൻ ഫംഗ്ഷനിൽ ഒരു മാറ്റവും വരുന്നില്ല. കാരണം നമ്മൾ ഈ കൊടുത്ത വാല്യൂ സെയിം ആയിട്ട് കോപ്പി ചെയ്യപ്പെടുക ചെയ്യുന്നത് ഇവിടെ. പക്ഷെ അറേയുടെ കേസിൽ ഈ വാല്യൂ സെയിം ആയിട്ട് കോപ്പി ചെയ്യപ്പെടുകയല്ല, ബേസ് അഡ്രസ്സാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് രണ്ട് കേസിലും മാറ്റമുണ്ട്. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു വേരിയബിൾ, ലോക്കൽ വേരിയബിളും അറേൻ്റെയും കേസിലുണ്ടാകുന്ന ഡിഫറൻസ് ഇതാണ്. നോർമൽ ആയിട്ടുള്ള കേസിൽ വാല്യൂ ആണ് അവിടെ കോപ്പി ചെയ്യുന്നത്, പക്ഷേ അറേയുടെ കേസിൽ ബേസ് അഡ്രസ്സ് മാത്രമാണ് അവിടെ കോപ്പി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടും ഒരേ സ്ഥലത്തോട്ട് തന്നെ പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടിടത്തും എന്ത് മാറ്റം ഉണ്ടായാലും രണ്ട് മെമ്മറി സെക്ഷനകത്തും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ലോക്കൽ വേരിയബിൾ സിൻ്റെ കേസിൽ ഈ ബ്ലോക്കിൻ്റെ ബേസ് അഡ്രസ്സ് അല്ല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ബ്ലോക്കിനകത്തുള്ള ഈ നമ്പർ മാത്രമാണ് ഇവിടെ കോപ്പി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അടുത്ത് മാറ്റം വന്നപ്പം മെയിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യാനേ അതുകൊണ്ടാണ്. പക്ഷേ അറേയുടെ കേസിൽ ഈ ബിയുടെ കേസിലും എയുടെ വേരിയബിളിൻ്റെ കേസിലും രണ്ട് കേസിലും ഈ അറേയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് മാത്രം, അതായത് ഈ ബ്ലോക്കിനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലോക്കിനകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഇതിനകത്തും റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ സിയുടെ കേസിൽ ഈ ബ്ലോക്കിനെ അല്ല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ബ്ലോക്കിനകത്തുള്ള ഈ എലമെൻറ്റിനെ മാത്രമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മെയിനിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യാത്തത്. ഈ ഡിയുടെ വാല്യൂ ഇവിടെ മാറുന്നതനുസരിച്ച് ഇവിടെ സിയുടെ വാല്യൂ മാറാഞ്ഞത് അതുകൊണ്ടാണ്. ആ സിയുടെയും ഡിയുടെയും ഒക്കെ കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ നമ്മുടെ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ, സിയും ഡിയും ഒന്നും ഇതിനകത്ത്. ഇങ്ങനെയായിരുന്നു നമ്മുടെ അറേക്കകത്ത് രണ്ട് വെച്ച് കൂടി വരുന്ന പ്രോഗ്രാം നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പം എന്തനുസരിച്ച് ഈ പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ബിയുടെ സെക്ഷനിൽ, ബിയുടെ ഈ രണ്ട് മെമ്മറിനകത്ത് ബിയുടെ സെക്ഷനിൽ എന്ത് ചെയ്യുന്നു, ഈ അറേയിലെ 1 2 3 എന്നുള്ളത് 3 4 എന്നുള്ളത് ഇൻക്രിമെൻറ്റ് ചെയ്ത് ആഡ് ചെയ്ത് എങ്ങനെ 2 3 4 5 എന്നാകുന്നു. അതേപോലെ തന്നെ ഈ മെയിൻ പാർട്ടിൽ നമ്മുടെ അറേയിൽ മാറ്റം ഉണ്ടാകുന്നു, ഇതും 2 3 4 5 എന്നാകുന്നു. രണ്ട് കേസിലും അത് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ഇപ്പം 2 വെച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ മെയിൻ്റെ കേസിലും അതേപോലെ ആടെന്ന് പറയുന്ന ഫംഗ്ഷൻ മെമ്മറിൻ്റെ കേസിലും രണ്ടിൻ്റെ അടുത്തും ഒരേപോലെ തന്നെ ചേഞ്ച് ആയി പോകുന്നു. പക്ഷേ നമ്മൾ നോർമലായിട്ട് മുമ്പേ പറഞ്ഞ വേരിയബിളിൻ്റെ കേസിൽ പക്ഷേ ഇങ്ങനെ നടക്കുന്നില്ല. അതാണ് അറേയും നോർമലായിട്ടുള്ളൊരു വേരിയബിളും ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ഒക്കെ അറേനെ പാസ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം 1 ഡയമെൻഷണൽ അറേ ഒരു ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുമ്പോൾ ഉള്ള ഇൻപുട്ടി കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ പ്രിൻറ്റ് ചെയ്ത് വരുമ്പോഴും ഉള്ളതും അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ എക്സ്പ്രഷൻ അനുസരിച്ച് അതിൻ്റെ മാറ്റമൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് 1 ഡയമെൻഷണൽ അറേ ആർഗ്യുമെൻറ്റ്, ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുമ്പോൾ ഉള്ള കേസ്.
ഇനി നമുക്ക് 2 ഡയമെൻഷനിൽ 3 ഡയമെൻഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തോ ഇതേ സംഭവം തന്നെ, പക്ഷേ ചെറിയ ചേഞ്ചസ് 2 ഡയമെൻഷൻ 3 ഡയമെൻഷനിൽ കാണാൻ പറ്റത്തുള്ളൂ. അതെന്തുവാന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞതിനകത്ത് ചെറിയൊരു തിരുത്തുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഇൻക്രിമെന്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ എഴുതിയത് 2 3 4 5 എന്നാ. ആക്ച്വലി അത് 3 4 5 6 എന്നാ കേട്ടോ. അതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പ്രൊസീജിയറൊക്കെ പറഞ്ഞല്ലോ, അതിനകത്തൊന്നും തെറ്റൊന്നുമില്ല. ഈ പ്രോഗ്രാമിനകത്ത് ഞാൻ ചെയ്തതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. ഇനി നമുക്ക് 2 ഡയമെൻഷൻ അറേയുടെ കേസ് ഒന്ന് നോക്കാം. ഡയമെൻഷണൽ അറേ ആസ് ദ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്. ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് ഇനി 2 ഡയമെൻഷണൽ അറേ വരുമ്പോൾ എന്തൊക്കെ മാറ്റം വരുമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ 2 ഡയമെൻഷനിൽ വരുമ്പം നമുക്ക് 3 ഫോർമൽ ആർഗ്യുമെന്റ്സ് ആയിരിക്കും സ്പെസിഫൈ ചെയ്യേണ്ടത്. ആദ്യം 2 dimensional array name followed by 2 pairs of square brackets with a constant enclosed within the second pair of square bracket preceded by the data type of the array. അതായത് നമ്മൾ 1 ഡയമെൻഷൻ്റെ കേസ് പറഞ്ഞപ്പം അറേ നെയിം പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടെ ആയിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത്. പക്ഷേ 2 ഡയമെൻഷൻ്റെ കേസ് വരുമ്പം ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടാതെ വേറൊരെണ്ണൂടി നമ്മൾ അവിടെ ഡിനോട്ട് ചെയ്യണം. അത് മാത്രമല്ല, ഈ സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു എലമെൻറ്റ് കൂടെ കൊടുക്കണം, എന്തെങ്കിലും 10 ഇങ്ങനെയൊക്കെ പറയും. ഇപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു മെട്രിക്സിൻ്റെ കേസ് വെച്ചിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ചെയ്യുവാണെങ്കിൽ ആ മെട്രിക്സിനകത്ത് റോസും കോളംസും ഒക്കെ കാണത്തില്ലേ, റോസും കോളംസും ഒക്കെ കാണും. അപ്പം റോസ് കോളംസ് ഏതൊക്കെയാണ് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു എലമെൻറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഇപ്പം 10 എന്ന് ഉദ്ദേശിപ്പം 1 2 3 4 5 6 അങ്ങനെ ഒരു 20 എലമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിനകത്ത് 1 2 3 10 വരെ അല്ലെങ്കിൽ 9 വരെ ടൈപ്പ് ചെയ്യും, ഒരു റോ ആയിട്ട് ടൈപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത കോളമാണ് ഈ 10 തുടങ്ങുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 11 എന്നുള്ള രീതി അടുത്ത കോളത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങനെ മെട്രിക്സ് മാത്രമല്ല, അങ്ങനെ പല രീതിയിലുള്ള ടാസ്ക് വരുമ്പോൾ നമുക്കത് 2 ഡയമെൻഷൻ ആണ് കാണിക്കാനും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്ര ടേംസ് തൊട്ട്, അല്ലെങ്കിൽ ഇപ്പം മെട്രിക്സിൻ്റെ കേസിൽ റോസും കോളംസിൻ്റെയും കേസ് കൂടാതെ ഇപ്പം നമ്മൾ 1 2 3 എന്ന് പറയുന്ന ഈ എലമെൻറ്റിൽ തന്നെ ഈ 2 3 എന്ന് പറയുന്ന 2 എലമെൻറ്റ് വേണ്ട, നമ്മുടെ ടാസ്കിന് ഇത് രണ്ടും വേണ്ട എങ്കിൽ, അതായത് 1 കഴിഞ്ഞിട്ട് 4 മതി എങ്കിൽ എന്ത് കൊടുക്കാം, നമുക്കിവിടെ ഇങ്ങനെ 4 എന്ന് പറഞ്ഞ് കൊടുക്കാം. അതായത് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട വരുന്ന കേസുകളിലും നമ്മുടെ കോളംസ് സ്റ്റാർട്ട് ചെയ്യേണ്ട കേസുകളിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കമ്പൈലർക്ക് അത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ആർഗ്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് റോസിൻ്റെ അറേയും നമ്പർ ഓഫ് കോളംസിൻ്റെ അറേയുമാണ്. അതാണ് 3 ആർഗ്യുമെന്റ്, ഫോർമൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്. നമ്മൾ 2 ഡയമെൻഷൻ അറേ യൂസ് ചെയ്യുമ്പോൾ ഫോർമൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് അതൊക്കെയാണ്. ഇനി 1 ഡയമെൻഷൻ്റെ കേസിൽ നമ്മൾ അതിനകത്ത് വരുന്ന ജനറൽ സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി 2 ഡയമെൻഷൻ്റെ കേസിലുള്ള ജനറൽ സിൻടാക്സ് നമുക്ക് നോക്കാം. അതായത് ആദ്യം ഡേറ്റ ടൈപ്പ് വരും, പിന്നെ ഫംഗ്ഷൻ നെയിം വരും, പിന്നെ ബ്രാക്കറ്റിനകത്ത് ഡേറ്റ ടൈപ്പ്, അറേ നെയിം, പിന്നെ അറേ നെയിം കഴിയുമ്പോൾ നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ്, പിന്നെ ഇവിടെ വരുമ്പോൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് വരും, അകത്ത് സൈസ് ഓഫ് 2 ആണ്, പിന്നെ ഇൻറ്റ് റോ സൈസ്, പിന്നെ ഇൻറ്റ് കോളം സൈസ്. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 2 ഡയമെൻഷൻ്റെ കേസിലെ ഒരു എക്സാമ്പിളാണിത്. വോയിഡ് ഡിസ്പ്ലേ, ഇൻറ്റ് അറേ നെയിം, പിന്നെ നമ്മളുടെ സ്ക്വയർ ബ്രാക്കറ്റ്, രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു ടേം കൂടെ കൊടുത്തു, പിന്നെ റോ സൈസും കോളം സൈസും ഇൻറ്റ് എം ഇൻറ്റ് എൻ എന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇപ്പോഴും എം ടി ആണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം എന്തുവാ ഈ അറേ ഡിനോട്ട് ചെയ്യുന്നത്, ആദ്യത്തെ എലമെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സാണ് ഡിനോട്ട് ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ സെക്കൻഡ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ കമ്പൈലർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞത്. 2 ഡയമെൻഷനും 1 ഡയമെൻഷൻ്റെ എല്ലാ കേസിലും ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് അറേ വരുമ്പോഴുള്ള മാറ്റങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷേ 2 ഡയമെൻഷൻ്റെ കേസ് എക്സ്ട്രാ ഒരു സ്ക്വയർ ബ്രാക്കറ്റും അതിനകത്തൊരു എലമെൻറ്റും വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 3 ഡയമെൻഷണൽ അറേ ആസ് ദ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് 3 ഡയമെൻഷണൽ അറേ വരുന്ന കേസാണ് ഇനി അടുത്ത് നോക്കുന്നത്. നമ്മൾ നേരത്തെ 2 ഡയമെൻഷൻ്റെ കേസിലും 1 ഡയമെൻഷൻ്റെ കേസിലും പറഞ്ഞ കൂട്ട് തന്നെ ഇവിടെ 4 ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. 4 എണ്ണം. ആദ്യത്തത് the 3 dimensional array name followed by the 3 pair of square brackets with the constants enclosed within the second and third pairs of square brackets preceded by the data type of the array. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ഡയമെൻഷൻ്റെ കേസിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, 2 ഡയമെൻഷൻ്റെ കേസിൽ 2 സ്ക്വയർ ബ്രാക്കറ്റ്, ഒരു എലമെൻറ്റ്. 3 ഡയമെൻഷൻ്റെ കേസ് വരുമ്പോൾ 3 സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. രണ്ടെണ്ണത്തിനകത്തും ഓരോ എലമെൻറ്റുകൾ കൊടുക്കുകയും ചെയ്യണം. അതാണ് 3 ഡയമെൻഷൻ്റെ കേസിൽ ഡിഫറൻസ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റിലൂടെ വരുന്നുണ്ട്, പിന്നെ ഒരു എലമെൻറ്റും അതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. പിന്നെ ഉള്ള ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് ടേബിൾസും നമ്പർ ഓഫ് റോസ് ഇൻ ദ അറേയും നമ്പർ ഓഫ് കോളംസ് ഇൻ ദ അറേയുമാണ്. അതേ ഉള്ളൂ. അതായത് ലാസ്റ്റ് 2 സ്ക്വയർ ബ്രാക്കറ്റിലും എലമെൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഫസ്റ്റിനകത്ത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഓപ്ഷണലാണ്. ഇതിനകത്ത് രണ്ടിനകത്തും ഇടാൻ മറക്കരുത്. അതേ ഉള്ളൂ 3 ഡയമെൻഷൻ്റെ കേസിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ ജനറൽ സിൻടാക്സ് ഒന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ സിൻടാക്സ്. ആദ്യം ഡേറ്റ ടൈപ്പ്, പിന്നെ ഫംഗ്ഷൻ നെയിം, ബ്രാക്കറ്റിനകത്ത് ഡേറ്റ ടൈപ്പ്, അറേ നെയിം. 3 ഡയമെൻഷൻ ആയതുകൊണ്ട് 1, 2, 3 സ്ക്വയർ ബ്രാക്കറ്റ്, രണ്ടിടത്തിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് എലമെൻറ്റ്. പിന്നെ ഇൻറ്റ്, ടേബിൾ സൈസ്, റോ സൈസ്, കോളം സൈസ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വോയിഡ് ഡിസ്പ്ലേ. ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് എ 3 സ്ക്വയർ ബ്രാക്കറ്റും, പിന്നെ ഇൻറ്റ് ടി, ഇൻറ്റ് ആറ്, ഇൻറ്റ് സി. ഇതാണ് 3 ഡയമെൻഷന്. 1 ഡയമെൻഷൻ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ഡിഫറൻസ് എന്തുവാണ്? 3 സ്ക്വയർ ബ്രാക്കറ്റ് വരുമെന്നേ ഉള്ളൂ ഡിഫറൻസ് ഉള്ളത്. നൗ ദ സെമിനാർ ഈസ് ഓവർ. ഓക്കെ, താങ്ക് യു.